ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. നെറ്റ്വർക്ക് ലെയർ സർവീസസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ നെറ്റ്വർക്ക് ലെയർ പെർഫോമൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നെറ്റ്വർക്ക് ലെയറിന്റെ പെർഫോമൻസ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് 3 ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? ഡിലേ, ത്രോപുട്ട്, പാക്കറ്റ് ലോസ്. ഓക്കെ, സോ ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നെറ്റ്വർക്ക് ലെയറിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത്. ഡിലേ, ത്രോപുട്ട് ആൻഡ് പാക്കറ്റ് ലോസ്. ഓക്കെ, ദെൻ കൺജഷൻ കൺട്രോൾ ഓൾസോ ഇംപ്രൂവ്സ് പെർഫോമൻസ്. അപ്പൊ നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ നെറ്റ്വർക്ക് ലെയർ പെർഫോമൻസിലെ ഫസ്റ്റ് ഫാക്ടർ, അതായത് ഡിലേ എന്ന് പറഞ്ഞാൽ എ പാക്കറ്റ് ഫ്രം ഇറ്റ്സ് സോഴ്സ് ടു ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ എൻകൗണ്ടേഴ്സ് ഡിലേ. ഇല്ലേ? അതായത് ഒരു സോഴ്സിൽ നിന്ന് ഒരു പാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് എൻഡിൽ എത്തുന്ന സമയത്ത് ദർ മേ ബി ഡിലേസ്. അല്ലെ? നമ്മളിപ്പോ ഇവിടുന്ന് എന്ന് ബിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്പീഡ് ഉണ്ട്. ചില സമയത്ത് അത് കൂടുതലാവാം. അല്ലെ? അപ്പൊ അത് തന്നെയാണ് ഇവിടെയും ഡിലേ എന്ന് പറയുന്നത്. സോ ദ ഡിലേ ക്യാൻ ബി സബ് ഡിവൈഡഡ് ഇൻടു ട്രാൻസ്മിഷൻ ഡിലേ, പ്രൊപ്പഗേഷൻ ഡിലേ, പ്രോസസിംഗ് ഡിലേ ആൻഡ് ക്യൂയിങ് ഡിലേ. ഓക്കെ, ഇനി ഇതിന്റെ എല്ലാം കൂടെ സമ്മായിട്ടുള്ള ടോട്ടൽ ഡിലേ. മനസ്സിലായോ? അപ്പോ ഒരു പാക്കറ്റ് സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതിന്റെ ഇടയിൽ ദർ മേ ബി എ ഡിലേ ദാറ്റ് ഇസ് ഡിവൈഡഡ് ഇൻടു ട്രാൻസ്മിഷൻ ഡിലേ, പ്രൊപ്പഗേഷൻ ഡിലേ, പ്രോസസിംഗ് ഡിലേ ആൻഡ് ക്യൂയിങ് ഡിലേ, ആൻഡ് ഓൾ ദീസ് തിങ്സ് സം അപ്പ് ടു ടോട്ടൽ ഡിലേ. അപ്പൊ നമുക്ക് ഓരോ സബ് ഡിലേസ് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ ഡിലേ ആണ്. ഓക്കെ, എ സെൻഡർ പുട്സ് ദ ബിറ്റ്സ് ഇൻ എ പാക്കറ്റ് ഓൺ ദ ലൈൻ 1 by 1. അല്ലെ? അതായത് സെൻഡർ ഓരോരോ ഒരു പാക്കറ്റിന്റെ ഓരോരോ ബിറ്റ് ആയിട്ടാണ് ആ ട്രാൻസ്മിഷൻ ലൈനിലേക്ക് പുട്ട് ചെയ്യുന്നത്. ഇഫ് ദ ഫസ്റ്റ് ബിറ്റ് ഓഫ് ദ പാക്കറ്റ് ഇസ് പുട്ട് ഓൺ ദ ലൈൻ അറ്റ് ടൈം t1 and the last bit is put on the line at t2, transmission delay of the packet is t2 minus t1. അതായത് ഇപ്പൊ എന്ന് ബിയിലേക്ക് ഒരു പാക്കറ്റ് സെൻഡ് ചെയ്യണം. അപ്പൊ പാക്കറ്റ് ഇപ്പം സപ്പോസ് എന്താ പറയാ, ഒരു 8 ബിറ്റ് ആണെന്ന് കേട്ട് ഒരു സിമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ബിറ്റ്, ഓക്കെ, ഫസ്റ്റ് ബിറ്റ് ഇതിലേക്ക്, അതായത് ട്രാൻസ്മിഷൻ ലൈനിലേക്ക് പുട്ട് ചെയ്ത ടൈം t1 ആണ്. ഓക്കെ, ഇനി 8th ബിറ്റ് പുട്ട് ചെയ്യുന്ന ടൈം t2 ആണെന്ന് കരുതുക. ഓക്കെ, അപ്പൊ ട്രാൻസ്മിഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞ 8th ബിറ്റ് സെൻഡ് ചെയ്ത സമയം എന്ന് പറഞ്ഞാൽ ഏതാണ്? t2 എന്ന് ആദ്യത്തെ ബിറ്റ് സെൻഡ് ചെയ്ത സമയം എപ്പോഴാണ്? t1. അപ്പൊ t2 മൈനസ് t1 ആണ് എന്ത്? ട്രാൻസ്മിഷൻ ഡിലേ എന്ന് പറയുന്നത്. സോ നമുക്ക് ട്രാൻസ്മിഷൻ ഡിലേ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു പാക്കറ്റ് ലെങ്ത് ഡിവൈഡഡ് ബൈ ട്രാൻസ്മിഷൻ റേറ്റ്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഡിലേ TR, അതായത് ട്രാൻസ്മിഷൻ ഡിലേ ആണ് ഉദ്ദേശിക്കുന്നത്. പാക്കറ്റ് ലെങ്ത് ഡിവൈഡഡ് ബൈ ട്രാൻസ്മിഷൻ റേറ്റ്. ദ ലോങ്ങർ ദ പാക്കറ്റ് ദ ലോങ്ങർ ദ ട്രാൻസ്മിഷൻ ഡിലേ. അപ്പൊ പാക്കറ്റ് ലെങ്ത് ആണ് നമ്മൾ എന്ത് ന്യൂമറേറ്ററിൽ വരുന്നത്. സോ വലിയ പാക്കറ്റ് ആവുന്ന സമയത്ത് എന്താണ്? ട്രാൻസ്മിഷൻ ഡിലേ കൂടും. സോ ഫോർ എ ഫാസ്റ്റ് ഇഥർനെറ്റ് ലാൻ ദാറ്റ് ഈസ് 100 million bits per second ആണെങ്കിൽ പാക്കറ്റ് സൈസ് 10,000 bits ആണെന്ന് കരുതുക. Okay, so the transmission delay will be packet length എത്രയാണ്? 10,000 divided by അതിന്റെ ട്രാൻസ്മിഷൻ സ്പീഡ്, ഒരു ട്രാൻസ്മിഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എത്രയാണ്? 100 million ആണ്. ഓക്കെ, സോ ഫൈനലി നമുക്ക് എത്ര കിട്ടും? 10,000 divided by 100 million. ഓക്കെ, സോ നമുക്ക് അതിന്റെ ഡിലേ എന്ന് പറയുന്നത് 100 microseconds ആയിരിക്കും. Okay, so that is transmission delay. Next delay എന്ന് പറയുന്നത് propagation delay ആണ്. Okay, the time taken for a bit to travel from point A to point B in the transmission media. അതിലൂടെ propagate ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നതാണ്. Okay, propagation delay എന്ന് പറയുന്നത്. അല്ലെങ്കിൽ propagate ചെയ്യാനുള്ള ടൈം. So പ്രൊപ്പഗേഷൻ ഡിലേ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡിലേ PG, പ്രൊപ്പഗേഷന്റെ ആ ഒരു സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഡിലേ PG ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ പ്രൊപ്പഗേഷൻ സ്പീഡ്. ഓക്കെ, So if the distance of a cable length
in a point-to-point WAN is 2000 meters and the propagation speed of the bits in the cable is 2 into 108 meters per second, then the propagation delay is 10 microseconds. കാരണം ഡിസ്റ്റൻസ് എത്രയാണ് 2000 ആണ് divided by അതിന്റെ propagation speed. Okay, so that will give the propagation delay. അതാണ് സെക്കൻഡ് ഡിലേ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രോസസ്സിംഗ് ഡിലേ ആണ്. The time required for a router or a destination host to receive a packet from its input port, removes the header, perform an error detection procedure, and deliver the packet to the output port. The output port in the case of router, or deliver the packet to the upper layer protocol in the case of destination host. Okay, അതായത് ആ ഒരു പാക്കറ്റ് ഒരു റൗട്ടറിൽ അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ ഹോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യണമല്ലോ. സോ ആ പ്രോസസ്സിങ്ങിന് എടുക്കുന്ന ടൈം, അതാണ് എന്ത് പ്രോസസ്സിംഗ് ഡിലേ എന്ന് പറഞ്ഞാൽ. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? ആ പോർട്ടിൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹെഡർ റിമൂവ് ചെയ്യണം, ഇനി എറർ ഡിറ്റക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ അത് ചെയ്യണം, ഇനി ഇത് എന്താ പറയാ റൗട്ടറിന്റെ കേസിലാണെങ്കിൽ ആ കറസ്പോണ്ടിങ് ഇന്റർഫേസിലേക്ക് പാക്കറ്റ് കൊടുക്കണം. ഇനി അതല്ല ഹോസ്റ്റിന്റെ കേസിലാണെങ്കിൽ ആ പാക്കറ്റ് അപ്പർ ലെയറിന് കൊടുക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സിങ്ങിന് എടുക്കുന്ന ടൈമാണ് എന്ത് പ്രോസസ്സിംഗ് ഡിലേ എന്ന് പറയുന്നത്. സോ ഇറ്റ് മേ ബി ഡിഫറെന്റ് ഫോർ ഈച്ച് പാക്കറ്റ്, ബട്ട് നോർമലി ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് എൻ ആവറേജ്. ഓക്കെ, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടൈം റിക്വയർഡ് ടു പ്രോസസ് എ പാക്കറ്റ് ഇൻ എ റൗട്ടർ ഓർ എ ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ്. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഈ ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ളത് ആഡ് ചെയ്തിട്ടാണ് ഈ പ്രൊപ്പഗേഷൻ ഡിലേ PR സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള പ്രൊപ്പഗേഷൻ ഡിലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്യൂയിങ് ഡിലേ. അതായത് ഒരു റൗട്ടറിൽ എന്താ പറയാ ഒരു ഇൻപുട്ടിന് അടുത്തൊരു ഇൻപുട്ട് ക്യൂ ഉണ്ടാവും, അതേപോലെ ഔട്ട്പുട്ട് പോർട്ടിന് അറ്റാച്ച് ചെയ്തിട്ട് ഔട്ട്പുട്ട് ക്യൂ ഉണ്ടാവും. അപ്പൊ എത്ര ടൈം ഒരു പാക്കറ്റ് ഈ ക്യൂവിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ക്യൂയിങ് ഡിലേ എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്യൂയിങ് ഡിലേ ഹാപ്പൻസ് ഇൻ എ റൗട്ടർ. A router has an input queue connected to each of its input ports to store packets waiting to be processed. Also an output queue connected to each of its output ports to store packets waiting to be transmitted. Okay, അപ്പോൾ ഇൻപുട്ട് ക്യൂവിൽ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? പിന്നെ ആ റൗട്ടർ പ്രോസസ് ചെയ്യുന്നവരെ ആ ക്യൂവിൽ നിൽക്കണം. അതേപോലെ ഔട്ട്പുട്ട് ക്യൂവിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നവരെ ആ ക്യൂവിൽ നിൽക്കണം. ഓക്കെ, അപ്പോൾ queuing delay is the time a packet waits in the input queue and output queue of a router. അപ്പോൾ ഒരു റൗട്ടറിന് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ക്യൂ ഉണ്ട്, ഇൻപുട്ട് ക്യൂ ഉണ്ട്, ഔട്ട്പുട്ട് ക്യൂ ഉണ്ട്. സോ ഇതിൽ എത്ര ടൈം നിൽക്കുന്നു, എത്ര ടൈം വെയിറ്റ് ചെയ്തിരിക്കുന്നു, അതാണ് എന്ത് ക്യൂയിങ് ഡിലേ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ QU സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഡിലേ ക്യൂ എന്നാണ്. ഓക്കെ, the time a packet waits in input and output queues in a router. Okay, അപ്പൊ നമ്മൾ 4 ഡിലേ പഠിച്ചു. ഓക്കെ, ട്രാൻസ്മിഷൻ ഡിലേ പഠിച്ചു, പ്രൊപ്പഗേഷൻ ഡിലേ പഠിച്ചു, പ്രോസസ്സിംഗ് ഡിലേ പഠിച്ചു, ക്യൂയിങ് ഡിലേ പഠിച്ചു അല്ലെ. അപ്പോ ടോട്ടൽ ഡിലേ മീൻസ് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ സം. The total delay from source to destination is a packet is the sum of all the above delays in all the devices and routers that a packet transfers between the source to destination. Okay, അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇതാണ് സോഴ്സ്, ഇതാണ് ഡെസ്റ്റിനേഷൻ. അപ്പൊ സോഴ്സിന്ന് ഒരു പാക്കറ്റ് അയക്കുമ്പോൾ ആദ്യം എന്ത് ഡിലേ ഉണ്ട്? ട്രാൻസ്മിഷൻ ഡിലേ ഉണ്ട് അല്ലെ. അതിന്റെ ഫസ്റ്റ് ബിറ്റ് മുതൽ ലാസ്റ്റ് ബിറ്റ് വരെ സെൻഡ് ചെയ്യുന്നതിന്റെ ഇടയിലുള്ള ടൈം അല്ലെ. T2 ആണ് ലാസ്റ്റ് ബിറ്റ് സെൻഡ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ബിറ്റ് സെൻഡ് ചെയ്യാനുള്ള T1 ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? T2 - T1 ആണെന്ന് പറഞ്ഞു. അതാണ് ട്രാൻസ്മിഷൻ ഡിലേ. പിന്നെ ഈ ലൈനിലൂടെ ഈ ട്രാൻസ്മിഷൻ ലിങ്കിലൂടെ പോകാനുള്ള പ്രൊപ്പഗേഷൻ ഡിലേ, പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ടൈം. ഇനി ഇവിടെയുള്ള ക്യൂയിങ് ഡിലേ, ഇതിന്റെ ഇൻപുട്ട് ക്യൂവിലും ഔട്ട്പുട്ട് ക്യൂവിലും ഇത് നിൽക്കുന്ന ടൈമാണെന്ന് ക്യൂയിങ് ഡിലേ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഈ റൗട്ടറിൽ ഇൻപുട്ട് ക്യൂവിൽ എത്തിക്കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണം? പ്രോസസ് ചെയ്യണം. അപ്പൊ പ്രോസസ്സിംഗ് ഡിലേ. എന്നിട്ടാണ് അതിനെ വീണ്ടും പ്രോസസ് ചെയ്യുന്നത് അല്ലെ. സോറി, വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും ഇതേ സാധനം ഇവിടുന്ന് ആ പാക്കറ്റിന്റെ ഫസ്റ്റ് ബിറ്റ് മുതൽ ലാസ്റ്റ് ബിറ്റ് വരെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ടൈമാണ് ട്രാൻസ്മിഷൻ ഡിലേ. ഇതിലെ പ്രൊപ്പഗേറ്റ് ചെയ്യണം, ഇവിടെ എത്തിയിട്ട് ഇൻപുട്ട് ക്യൂവിൽ നിൽക്കണം, അത് കഴിഞ്ഞ് പ്രോസസ് ചെയ്യണം,
ദെൻ അത് കഴിഞ്ഞ് ഔട്ട്പുട്ട് ക്യൂവിൽ നിൽക്കണം, അവിടുന്ന് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യും. ട്രാൻസ്മിറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് ബിറ്റ് വരെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ടൈം TR. ദെൻ അത് കഴിഞ്ഞ് പ്രൊപ്പഗേഷൻ ഡിലേ ഇവിടുന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇവിടെ എത്തുന്നവരെ ഇനി ഹോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പ്രോസസ്സിംഗ് ഡിലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടുന്ന്, അതായത് ഈ ഹോസ്റ്റ് എന്ന് സെൻഡർ സെൻഡ് ചെയ്ത് ഡെസ്റ്റിനേഷനിൽ എത്തുന്നവരെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ സപ്പോസ് ഈ ഒരു പാത്തിൽ എത്ര റൗട്ടറാ ഉള്ളത്? 2 റൗട്ടറാ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം 2 റൗട്ടർ ആണെങ്കിൽ 2 ക്യൂയിങ് ഡിലേ ആണ് അല്ലേ? പക്ഷെ 3 ട്രാൻസ്മിഷൻ ഡിലേ ഉണ്ട്, 3 പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ട്, 3 പ്രോസസ്സിംഗ് ഡിലേ ഉണ്ട്. ഓക്കെ, അപ്പൊ ജനറലൈസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ ടോട്ടൽ ഡിലേ ഈക്വൽ ടു n+1 ഓഫ് ഡിലേ, ട്രാൻസ്മിഷൻ ഡിലേ, പ്രൊപ്പഗേഷൻ ഡിലേ, പ്രോസസ്സിംഗ് ഡിലേ, ഓക്കെ, പ്ലസ് n ക്യൂയിങ് ഡിലേ. അപ്പൊ എത്ര റൗട്ടേഴ്സ് ഉണ്ട് അത്രയും ക്യൂയിങ് ഡിലേ അല്ലേ ഉണ്ടാവും. സോ ദിസ് ഇസ് ദ ജനറൽ ഇക്വേഷൻ ഫോർ ടോട്ടൽ ഡിലേ. ചിലപ്പോൾ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം, അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കണം. അപ്പൊ ഇതാണ് ടോട്ടൽ ഡിലേ എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് അതിന്റെ സോഴ്സ് എന്ന് സെൻഡ് ചെയ്ത് ഡെസ്റ്റിനേഷനിൽ എത്തുന്നവരെ ഏതൊക്കെ തരത്തിലുള്ള ഡിലേസ് എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്, അതിന്റെ ഒക്കെ സമ്മാണ് ഇത് ടോട്ടൽ ഡിലേ എന്ന് പറയുന്നത്. ഫൈൻ. അപ്പൊ ട്രാൻസ്മിഷൻ ഡിലേ, പ്രൊപ്പഗേഷൻ ഡിലേ, പ്രോസസ്സിംഗ് ഡിലേ, ക്യൂയിങ് ഡിലേ. ഈ ഡയഗ്രം നിങ്ങൾ വരച്ചു വെക്കണേ. അപ്പൊ ഡിലേ പറഞ്ഞു. നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ത്രോപുട്ട്. ത്രോപുട്ട് ഇസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് പാസിംഗ് ത്രൂ എ പെർട്ടിക്കുലർ പോയിന്റ് ഇൻ എ പെർട്ടിക്കുലർ ടൈം. ഇപ്പൊ ഒരു ലൈൻ്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ നോക്കുമ്പോൾ അതിലൂടെ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് പാസ് ചെയ്യുന്നു, അതാണ് എന്താ അതിന്റെ ത്രോപുട്ട്. ഇപ്പൊ ഒരു റോഡിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നിട്ട് നിങ്ങൾ അതിലൂടെ എത്ര വണ്ടികൾ പോകുന്നു എന്ന് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് അവിടുത്തെ ത്രോപുട്ട് എന്ന് പറയുന്നത്. അതേപോലെ ഈ ഒരു നെറ്റ്വർക്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ പാസ് ചെയ്യുന്ന ബിറ്റുകളുടെ എണ്ണം, ദാറ്റ് ഇസ് ത്രോപുട്ട്. സോ ഇറ്റ് ഇസ് സെയിം ആസ് ട്രാൻസ്മിഷൻ റേറ്റ് ഓഫ് ഡാറ്റ അറ്റ് ദാറ്റ് പോയിന്റ്. അതാണ് ട്രാൻസ്മിഷൻ റേറ്റ് എന്ന് പറയുന്നത്, ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ്. ഓക്കെ, ദാറ്റ് വേരീസ് ഫ്രം ലിങ്ക് ടു ലിങ്ക്. അതായത് ഒരു ലിങ്കിലുള്ളതായിരിക്കില്ല വേറൊരു ലിങ്കിൽ. സോ ദർ ഇസ് എ വേരിയേഷൻ ഫ്രം വൺ ലിങ്ക് ടു another. Then depends on the link with the lowest transmission rate. അതായത് നമ്മളിപ്പോൾ ഒരു നെറ്റ്വർക്കിൽ കുറേ ട്രാൻസ്മിഷൻ ലിങ്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ത്രോപുട്ട്, ഓവറോൾ ത്രോപുട്ട് എന്ന് പറയുന്നത് ആ ഒരു നെറ്റ്വർക്കിലുള്ള ലോവസ്റ്റ് ട്രാൻസ്മിഷൻ റേറ്റ് ഉള്ള ലിങ്ക് ഏതാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. ഈ ഒരു ഡയഗ്രം നോക്കാം. ഇവിടെ സോഴ്സ് എന്ന് R1ലേക്കുള്ള R1 R2 എന്നുള്ള 2 റൗട്ടേഴ്സ് ആണ്, പിന്നെ ഒരു സോഴ്സും ഡെസ്റ്റിനേഷനും. സോഴ്സ് എന്ന് R1ലേക്കുള്ള ലിങ്കിന്റെ ട്രാൻസ്മിഷൻ റേറ്റ് 200 kbps ആണെന്ന് കരുതുക. ഓക്കെ, ഇനി R1 R2ലേക്കുള്ളത് 100 kbps. ഇനി R2 ഡെസ്റ്റിനേഷനിലേക്കുള്ള ലിങ്ക് 3യുടെ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 150 kbps ആണെന്ന് കരുതുക. ഓക്കെ, അപ്പൊ ഇവിടുന്ന് 200 വന്നു. 200 kbps ഡാറ്റ ഹൈ സ്പീഡിൽ വന്നാലും ഇവിടെ അതിന്റെ പകുതിയുള്ള R1 R2ലേക്ക്. അപ്പൊ ആ ഒരു സ്പീഡിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എത്തിയാലും ഇവിടുന്ന് ഇങ്ങോട്ട് 150 kbps ഉണ്ട്, പക്ഷേ ഇവിടുത്തെ ഈ ഡാറ്റ എത്തിയാലല്ലേ ഇതിന് ഇങ്ങോട്ട് സെൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഈ ഹോൾ നെറ്റ്വർക്കിന്റെ സ്പീഡ് ത്രോപുട്ട് എന്ന് പറഞ്ഞാല് എന്താണ്, ഈ 100 kbps ആയിരിക്കും. ദാറ്റ് ഇസ് മിനിമം. ഓരോ ലിങ്കിന്റെയും ട്രാൻസ്മിഷൻ റേറ്റിന്റെ മിനിമം ആയിരിക്കും എന്ത്, ആ എൻറ്റയർ പാത്തിന്റെ ത്രോപുട്ട് എന്ന് പറയുന്നത്. So in a path with n links in a series, throughput is equal to minimum of TR1, TR2, etc. TRN. Okay, so ഇവിടെ ഈ ഒരു ഫിഗറിൽ ആവറേജ് ത്രോപുട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 100 kbps ആയിരിക്കും. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മളൊരു വെള്ളത്തിന്റെ പൈപ്പ് 3 പൈപ്പ് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തേത് കുറച്ച് വലിയ പൈപ്പാണെന്ന് കരുതുക, പിന്നെ ഒരു ചെറിയ പൈപ്പ് വെച്ച്, പിന്നെ വീണ്ടും വലിയ പൈപ്പ് വെച്ചു. ഇവിടുന്ന് ഹൈ ഫ്ലോ വന്നാലും ഓക്കെ, ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായി, ചുരുങ്ങി. കാരണം നമ്മുടെ പൈപ്പിന്റെ എന്താ പറയാ ഡയമീറ്റർ വളരെ ചെറുതാണ്. സോ ഇതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ്. അപ്പൊ ഇവിടെ ആ കുറഞ്ഞ ഫ്ലോയിൽ വെള്ളം എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വലുപ്പം ഉണ്ടെങ്കിലും അതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ മാത്രമുള്ള വെള്ളം ഇല്ല. ഈ നടുവിലൂടെ വന്ന വെള്ളം മാത്രമേ ഇതിലൂടെയും പോകാൻ പറ്റൂ.
ഓക്കെ, സോ ഇവിടെ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത് ഏതാണ്? ഈ ചെറിയ പൈപ്പാണ്. കാരണം ഇതിന്റെ മൊത്തത്തിലുള്ള ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ചെറിയ പൈപ്പിന്റെ വിഡ്ത് എത്രയാണോ അത്രയായിരിക്കും. സോ അത് തന്നെയാണ് നെറ്റ്വർക്കിന്റെ കേസ്. ഓക്കെ, a path through the internet backbone, the throughput depends on TR1 and TR2. അതായത് നമുക്കൊരു ഇന്റർനെറ്റ് ബാക്ക് ബോൺ എടുക്കാം. അപ്പോൾ ഇന്റർനെറ്റിൽ നമുക്കറിയാം അവർ ഹൈ സ്പീഡ് ട്രാൻസ്മിഷൻ റേറ്റ് ഒക്കെ ആയിരിക്കും, ഹൈ സ്പീഡുള്ള ലിങ്ക് ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്റർനെറ്റിന്റെ ബാക്ക് ബോൺ. അപ്പൊ സാധാരണഗതിയിൽ ഈ ത്രോപുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദിസ് കണക്ഷൻ, ദാറ്റ് സോഴ്സ് നിന്ന് ഈ ബാക്ക് ബോണിലേക്ക് കണക്ട് ചെയ്യുന്ന ലിങ്കും അതേപോലെ ഡെസ്റ്റിനേഷൻ എന്ന് കണക്ട് ചെയ്യുന്ന ലിങ്കും TR1 TR2 ഇത് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അതായത് ബാക്ക് ബോണിൽ high data rate ആയിരിക്കും, high transmission rate ആയിരിക്കും. So the link from the source to the router and destination to the router ഇതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത്? ഈ entire throughput. ഓക്കെ, ഇനി ഒരു ഷെയർഡ് ലിങ്കിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, അതായത് ഇവിടെ ഇപ്പം 600 kbps ഉണ്ടെന്ന് കരുതുക. ഇനി ഇവിടെ സോഴ്സിൽ 3 പേർക്കായിട്ട് അത് ഷെയർ ചെയ്തിരിക്കുകയാണ്, അതേപോലെ ഡെസ്റ്റിനേഷനിൽ 3 പേര് ഷെയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഷെയർഡ് ഡിവൈസ്, ഈ റൗട്ടർ R1 എന്നുള്ള ഈ 3 ഡിവൈസും R2 ഈ 3 ഡിവൈസും കണക്റ്റഡ് ആയിട്ടിരിക്കണം. അപ്പോൾ ഇത് ഓരോന്നും ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് 200 200 200 ആണെന്ന് കരുതുക. സോ ഇതിന്റെ എൻറ്റയർ ത്രോപുട്ട് എത്ര ആയിരിക്കും? 200 ആയിരിക്കും. ഇവിടെ 600 ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സോഴ്സ് എന്ന് R1ലേക്കുള്ള അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ R2ലേക്കുള്ള ഡാറ്റ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ട്രാൻസ്മിഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 200 kbps ആണ്. സോ ദാറ്റ് വിൽ ബി ദ ഇൻ എഫക്റ്റ് ത്രോപുട്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഫാക്ടർ, ഡിലേ കഴിഞ്ഞു, ത്രോപുട്ട് കഴിഞ്ഞു. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ പാക്കറ്റ് ലോസ്. ഓക്കെ, അതായത് ഇപ്പൊ റൗട്ടറിൽ ലിമിറ്റഡ് ഇൻപുട്ട് ബഫേഴ്സ് ആണെന്ന് കരുതുക. ഓക്കെ, അപ്പൊ ആ ഒരു ബഫർ ഫുൾ ആയി കഴിഞ്ഞാൽ ഇൻകമിംഗ് പാക്കറ്റ്സ് വിൽ ബി ഡിസ്കാർഡഡ്. സോ ദിസ് പാക്കറ്റ്സ് ഹാവ് ടു ബി റീസെൻഡ്. ദിസ് ഇൻ ടേൺ അഫക്ട് ദ നെറ്റ്വർക്ക്. അതായത് ഒരു ബഫറിന്റെ സൈസ് ഇല്ലെങ്കിൽ പിന്നെ വരുന്ന പാക്കറ്റ് ഒക്കെ ഡിസ്കാർഡ് ചെയ്യും. അപ്പോൾ ആക്ച്വലി ആ പാക്കറ്റ് എന്ത് ചെയ്യേണ്ടി വരും? റീസെൻഡ് ചെയ്യേണ്ടി വരും. അത് ഇൻ എഫക്ട് എന്ത് ചെയ്യും? നമ്മുടെ നെറ്റ്വർക്കിൽ എന്താ പറയാ, ട്രാൻസ്മിഷനെ ബാധിക്കും. കാരണം ഓൾറെഡി സെൻഡ് ചെയ്തൊരു പാക്കറ്റ് തന്നെയാണ് വീണ്ടും സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ്വർക്കിനെ ബാധിക്കും. സോ ദ പാക്കറ്റ് ലോസ് റെപ്രസെന്റ്സ് ദ നമ്പർ ഓഫ് പാക്കറ്റ്സ് ഡ്രോപ്പ്. എത്ര പാക്കറ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്തോ അതാണ് എന്ത്? പാക്കറ്റ് ലോസ് എന്ന് പറയുന്നത്. ഇനി കൺജഷൻ കൺട്രോൾ. പ്രോപ്പർ കൺജഷൻ കൺട്രോൾ ഇംപ്രൂവ്സ് നെറ്റ്വർക്ക് പെർഫോമൻസ്. ഓക്കെ, അപ്പൊ കൺജഷൻ ഇസ് റിലേറ്റഡ് ടു ഡിലേയും ത്രോപുട്ടും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ കൺജഷൻ കൺട്രോള് കൃത്യമായിട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് കൃത്യമായ നെറ്റ്വർക്ക് പെർഫോമൻസ് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഡയഗ്രാം എടുക്കാം. ഇതിൽ X ആക്സിസിൽ ലോഡും Y ആക്സിസിൽ ഡിലേ ആണ് ഉള്ളത്. സോ ഈ X ആക്സിസ് നിന്ന് നമ്മൾ നോക്കുക, ഈ നമുക്ക് ആദ്യം തീരെ ലോഡില്ലെങ്കിൽ ഡിലേ ഉണ്ടാവില്ലല്ലോ. ഓക്കെ, പിന്നെ നമ്മളിങ്ങനെ കപ്പാസിറ്റി കൂട്ടി കൊണ്ടുവരുമ്പം ഇതിൽ നോ കൺജഷൻ ഇല്ല, മാക്സിമം ഇങ്ങനെ കൂടി ലോഡ് കൂടി വരുന്നതിനനുസരിച്ച് എന്ത് കൂടി? ഡിലേ കൂടും അല്ലെ? അതായത് ആദ്യം ലോഡ് ഇല്ലാത്ത സമയത്ത് ഡിലേ കുറവായിരിക്കും. പിന്നെ ലോഡ് ചെറിയ ലോഡാണെങ്കിലും അതിന് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും. പോയി അവസാനം അതിന്റെ മാക്സിമത്തിൽ എത്തുമ്പോൾ, അതിലൂടെ പോകാൻ പറ്റുന്നതിന്റെ മാക്സിമം ലോഡ് വരുന്ന സമയത്ത് എന്തായി? അവിടെ ഡിലേ പീക്കായി മാറും. ഓക്കെ, അതായത് ഇൻഫിനിറ്റി ആയിട്ടാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് എന്താണ്? കൺജഷൻ ഏരിയ ആണ്. സോ ദർ ഇസ് കൺജഷൻ. ഓക്കെ, ഇനി ത്രോപുട്ട് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇവിടെ Y ആക്സിസിൽ ത്രോപുട്ടും X ആക്സിസിൽ ലോഡും. ഓക്കെ, അപ്പോൾ ആദ്യം ലോഡൊന്നും ഇല്ലെങ്കിൽ ത്രോപുട്ടും ഇല്ലല്ലോ. എന്നിട്ട് എത്ര ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ ത്രോപുട്ട്. അപ്പൊ ലോഡ് കൂടി അതിന്റെ ഒരു കപ്പാസിറ്റിയിൽ എത്തുമ്പം ത്രോപുട്ടും ഹൈ ആവും. അതായത് മാക്സിമം നമ്പർ ഓഫ് ബിറ്റ്സ് ട്രാൻസ്മിറ്റ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. അപ്പൊ അതിന്റെ ഒരു മാക്സിമം ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തായി? കൺജഷൻ വരും. കൺജഷൻ വരുന്ന സമയത്ത് അവിടെ എന്താണ്? പാക്കറ്റ് ലോസുകൾ വരും. അപ്പോൾ ത്രോപുട്ട് കുറയും. കാരണം പാക്കറ്റ് ലോസ് വരുമ്പോൾ പിന്നെയും റീസെൻഡ് ചെയ്യേണ്ടി വരും അല്ലെ? അപ്പോൾ
ലോഡ് കൂടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൺജഷൻ വരും. കൺജഷൻ വരുന്ന സമയത്ത് പാക്കറ്റ് ലോസ് ഉണ്ടാവും, ലോസ് ആവുന്ന പാക്കറ്റ് റീസെൻഡ് ചെയ്യേണ്ടി വരും. സോ ത്രോപുട്ട് എത്രയായി? കുറഞ്ഞു. ഓക്കെ, ഇനി ഈ കൺജഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം? Congestion control refers to techniques and mechanism that can either prevent congestion before it happens or remove congestion after it has happened. അപ്പൊ നമ്മൾ കോവിഡ് കൺട്രോളിൽ പറയുന്ന പോലെ തന്നെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊക്കെ പറഞ്ഞത്, അത് ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ നോക്കുക, അത് ഉണ്ടാവാതിരിക്കാൻ നോക്കുക. പിന്നെ രണ്ടാമത്തെ എന്താ, ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെയാണ് ഇവിടെയും കൺജഷൻ കൺട്രോൾ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് അതിനെ പ്രിവെന്റ് ചെയ്യാൻ നോക്കുക, അത് ഉണ്ടാവുന്നതിന് മുമ്പേ അതിനെ പ്രിവെന്റ് ചെയ്യാൻ നോക്കുക. രണ്ടാമത്തത് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യാൻ നോക്കുക. അതാണ് കൺജഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ. ടെക്നിക്സ് ആൻഡ് മെക്കാനിസം ദാറ്റ് ക്യാൻ ഐദർ പ്രിവെന്റ് കൺജഷൻ ബിഫോർ ഇറ്റ് ഹാപ്പൻസ് ഓർ റിമൂവ് കൺജഷൻ ആഫ്റ്റർ ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. അപ്പൊ അതിൽ രണ്ട് തരമുണ്ട്. നമ്മൾ പറഞ്ഞു, ഒന്ന് പ്രിവെൻഷൻ, ഒന്ന് റിമൂവൽ എന്ന് പറഞ്ഞു. അപ്പൊ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ, റിമൂവൽ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ലൂപ്പ് കൺജഷൻ കൺട്രോൾ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ നോക്കാം. ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ ആർ പോളിസീസ് അപ്ലൈഡ് ടു പ്രിവെന്റ് കൺജഷൻ ബിഫോർ ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരാൾ ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു സേ പോളിസീസ് അപ്ലൈഡ് ടു പ്രിവെന്റ് കൺജഷൻ ബിഫോർ ഇറ്റ് ഹാപ്പൻസ്. ഇനി കൺജഷൻ കൺട്രോൾ ഇസ് ഹാൻഡിൽഡ് by either the source or the destination. Okay, അതിനുള്ള പോളിസീസ് എന്ന് പറഞ്ഞാൽ റീട്രാൻസ്മിഷൻ പോളിസി, സെക്കൻഡ് വിൻഡോ പോളിസി, അക്നോളജ്മെന്റ് പോളിസി, ഡിസ്കാർഡിംഗ് പോളിസി ആൻഡ് അഡ്മിഷൻ പോളിസി. ഓക്കെ, ഈ 5 എണ്ണമാണ് ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള പോളിസീസ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോളിനുള്ള different policies. First, retransmission policy. If the sender feels that a sent packet is lost or corrupted, the packet needs to be retransmitted. Okay, അപ്പോ നമുക്കറിയാം റീട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ട്രാൻസ്മിറ്റ് ചെയ്ത പാക്കറ്റ് ആണ് പിന്നെയും സെൻഡ് ചെയ്യുന്നത്. സോ ദിസ് റീട്രാൻസ്മിഷൻ വിൽ ഇൻക്രീസ് കൺജഷൻ. അപ്പൊ ഒരു കൃത്യമായ ഒരു റീട്രാൻസ്മിഷൻ പോളിസി വെക്കണം. എന്തിനാണ്? അതായത് എല്ലാ പാക്കറ്റും അങ്ങ് റീസെൻഡ് ചെയ്യുന്നതിന് പകരം ഏതൊക്കെ പാക്കറ്റ് എങ്ങനെയൊക്കെ അതായത് സെൻഡ് ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു കൃത്യമായ റീട്രാൻസ്മിഷൻ പോളിസി വേണം. The retransmission policy and the retransmission timers must be designed to optimize efficiency and at the same time prevent congestion. Congestion ഉണ്ടാവാത്ത രീതിയിലായിരിക്കണം എന്ത് റീട്രാൻസ്മിഷൻ ചെയ്യുന്നത്. So there should be an efficient retransmission policy. Okay, and the second one window policy. അതായത് ഒരു മെസ്സേജ് സോഴ്സ് എയും ഡെസ്റ്റിനേഷൻ ബി ആണെന്ന് കരുതുക. അപ്പൊ എ എന്ന് ബിയിലേക്ക് അയച്ചു, ഓരോരോ പാക്കറ്റ് ആയിട്ട് അയക്കും. അപ്പൊ തന്നെ അക്നോളജ്മെന്റ് കിട്ടിയിട്ടല്ല അടുത്ത പാക്കറ്റ് അയക്കുന്നത്. പാക്കറ്റ് 1, പാക്കറ്റ് 2, പാക്കറ്റ് 3 അങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അവിടെ 8ാമത്തെ പാക്കറ്റ് ഒക്കെ എത്തിക്കഴിഞ്ഞാലായിരിക്കും ആദ്യത്തെ അക്നോളജ്മെന്റ് വരുന്നത്. അപ്പൊ സപ്പോസ് അക്നോളജ്മെന്റ് കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പൊ അതിന് വേണ്ടിയിട്ട് അതായത് റീസെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു വിൻഡോ പോളിസി ഉണ്ട്. ഗോ ബാക്ക് ആൻഡ് സെലക്റ്റീവ് റിപ്പീറ്റ്, അങ്ങനെ 2 വിൻഡോ പോളിസികളാണ് ഉള്ളത്. അതില് ഗോ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ആദ്യത്തെ പാക്കറ്റിന്റെ അക്നോളജ്മെന്റ് കിട്ടിയില്ലെങ്കിൽ അത് വരെ ഉള്ളത് പോയിട്ട് റീസെൻഡ് ചെയ്യുന്നതാണ് ഗോ ബാക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് റിപ്പീറ്റ്, ഏത് പെർട്ടിക്കുലർ അക്നോളജ്മെന്റ് ആണോ കിട്ടാത്തത് അല്ലെങ്കിൽ ലോസ്റ്റ് ഓർ കറപ്റ്റഡ് അത് മാത്രം റീസെൻഡ് ചെയ്യുന്നതാണ് സെലക്റ്റീവ് റിപ്പീറ്റ്. അപ്പൊ നമുക്ക് ഇപ്പം പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി കാണും, ഗോ ബാക്ക് എന്നാവുമ്പോ അത്രയും പാക്കറ്റ് ആണ് റീസെൻഡ് ചെയ്യുന്നത്. ചിലപ്പം 1 എത്തിയില്ല എന്ന് വെച്ചാൽ 2ഉം 3ഉം 4ഉം 5ഉം ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും. അതെന്നെ വീണ്ടും റീസെൻഡ് ചെയ്യും ഏതില്? ഗോ ബാക്ക് എന്നില്. അപ്പൊ ഈ വീണ്ടും റീസെൻഡ് ചെയ്യുന്ന സമയത്ത് കൺജഷൻ കൂടുകയുള്ളൂ. അപ്പൊ സെലക്റ്റീവ് റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ഏത് പെർട്ടിക്കുലർ പാക്കറ്റ് ആണോ എത്താത്തത്, ഏത് പെർട്ടിക്കുലർ പാക്കറ്റ് ആണോ ലോസ്റ്റ് ഓർ കറപ്റ്റഡ് അത് മാത്രം റീസെൻഡ് ചെയ്യുന്നത്. അപ്പൊ ആ കറക്റ്റ് വിൻഡോ പോളിസി യൂസ് ചെയ്യും. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ പോളിസി. മൂന്നാമത്തത് അക്നോളജ്മെന്റ് പോളിസി. If the receiver does not acknowledge every packet it receives, it may slow down the sender and help prevent congestion. അതായത്
ഇപ്പം ഓരോരോ പാക്കറ്റ് ആയിട്ട്, അതായത് ഒരു പാക്കറ്റ് അതിന്റെ കൺജഷൻ, അതിന്റെ അക്നോളജ്മെന്റ്, അങ്ങനെ എല്ലാം വരുന്ന സമയത്ത് എന്താണ് അവിടെ കൂടുതൽ ട്രാഫിക് ഉണ്ടാവും. സോ ദർ ഈസ് എ മോർ ചാൻസ് ഓഫ് കൺജഷൻ. അപ്പോൾ കൃത്യമായിട്ടൊരു അക്നോളജ്മെന്റ് പോളിസി ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് പാക്കറ്റിന് ഒരു അക്നോളജ്മെന്റ് ആയിട്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള നല്ല ഒരു അക്നോളജ്മെന്റ് പോളിസി കൺജഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കണം. ഫോർത്ത് വൺ, discarding policy. A good discarding policy by the routers may prevent congestion and at the same time may not harm the integrity of the transmission. അതായത് എങ്ങനെ ഡിസ്കാർഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതായത് ഇപ്പം ഒരു ഓഡിയോ ട്രാൻസ്മിഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സെൻസിറ്റീവ് വെൻ കൺജഷൻ ഇസ് ലൈക്ലി ടു ഹാപ്പൻ. ഓക്കെ, അപ്പൊ ഒരു കൺജഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ പാക്കറ്റ് ഡിസ്കാർഡ് ചെയ്ത് കഴിക്കാം. ഓക്കെ, അതിൽ ലെസ് സെൻസിറ്റീവ് പാക്കറ്റുകളാണ് ഡിസ്കാർഡ് ചെയ്തത്. അതായത് അവിടെ എത്തിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമില്ലാത്ത ടൈപ്പ് ഓഫ് പാക്കറ്റുകൾ, അങ്ങനെയുള്ളത് ഡിസ്കാർഡ് ചെയ്യുക. സെൻസിറ്റീവ് ആയിട്ടുള്ള പാക്കറ്റുകൾ അല്ലെങ്കിൽ അവിടെ എത്തിയാൽ എന്താണ് മസ്റ്റ് ആണ് എന്നുള്ള പാക്കറ്റുകൾ ഡിസ്കാർഡ് ചെയ്യാതിരിക്കുക. അതല്ല, ലെസ് സെൻസിറ്റീവ് ആയിട്ടുള്ള പാക്കറ്റുകൾ ഡിസ്കാർഡ് ചെയ്യുക. അതായത് കൃത്യമായ ഒരു ഡിസ്കാർഡിങ് പോളിസി ഉണ്ടെങ്കിൽ കൺജഷൻ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. Then admission policy. Prevent congestion in virtual circuit networks. Virtual circuit എന്ന് പറഞ്ഞാൽ ഈ നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾക്കിടയിൽ വെർച്വൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സർക്യൂട്ടാണ് വെർച്വൽ സർക്യൂട്ട്. ഓക്കെ, അത് ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റില്ല, ഡിവൈസസ് തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു വെർച്വൽ നെറ്റ്വർക്കാണ് വെർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക്. Switches in a flow first check the resource requirement of a flow before admitting into the network. ഓക്കെ, അപ്പോൾ ഒരു പാക്കറ്റ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും, അതിൽ ഓൾറെഡി ഉള്ള ഫ്ലോ ഒക്കെ നോക്കിയിട്ട് എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, അഡ്മിറ്റ് ചെയ്യുക. എ റൗട്ടർ ക്യാൻ ഡിനൈ എസ്റ്റാബ്ലിഷിംഗ് എ വെർച്വൽ സർക്യൂട്ട് കണക്ഷൻ ഇഫ് ദർ ഇസ് കൺജഷൻ ഇൻ ദ നെറ്റ്വർക്ക് ഓർ ഇഫ് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഫ്യൂച്ചർ കൺജഷൻ. അപ്പോൾ ഓൾറെഡി ഒരു എന്താ പറയാ കൺജഷൻ ഉള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു വെർച്വൽ സർക്യൂട്ട് കണക്ഷൻ എന്ത് ചെയ്യില്ല, എസ്റ്റാബ്ലിഷ് ചെയ്യില്ല. സോ അതാണ് ഫിഫ്ത്ത് വൺ ഫോർ ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോൾ. അതാണ് പ്രിവെൻഷന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി നമുക്ക് കൺജഷൻ ഉണ്ടായി, ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, അതാണ് ക്ലോസ്ഡ് ലൂപ്പ് കൺജഷൻ കൺട്രോൾ. പോളിസീസ് അപ്ലൈഡ് ടു എലിവേറ്റ് കൺജഷൻ ആഫ്റ്റർ ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ബാക്ക് പ്രഷർ, ഷോക്ക് പാക്കറ്റ്, ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ് ആൻഡ് എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ്. ഇത് നാലുമാണ് പോളിസീസ് ഫോർ ക്ലോസ്ഡ് ലൂപ്പ് കൺജഷൻ കൺട്രോൾ. ദാറ്റ് ഈസ് കൺജഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഒഴിവാക്കാം. ഒന്ന്, ബാക്ക് പ്രഷർ. A node-to-node congestion control that starts with a node and propagates in the opposite direction of data flow to the source. അതായത് ഇവിടെ ഇപ്പോ ഈ നോഡാണ് സോഴ്സ്, ഇതാണ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഈ സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന സമയത്ത് ഈ തേർഡ്, ഇവിടെ 4 റൗട്ടേഴ്സ് ഉള്ള ഈ തേർഡ് റൗട്ടറിൽ ഒരു കൺജഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ബാക്കിലേക്ക് ഒരു ബാക്ക് പ്രഷർ. ഓക്കെ, അതെന്താ വെച്ചാല് a congested node stops receiving data from the immediate upstream node or nodes. ഈ നോഡ്, അതായത് ഇപ്പൊ തേർഡ് റൗട്ടർ സ്റ്റോപ്പ് ചെയ്യാം, അതായത് ഈ ലിങ്കിലൂടെ വരുന്ന മെസ്സേജസ് അതല്ലെങ്കിൽ ഡാറ്റ റിസീവ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ആരറിയും? ഈ സെക്കൻഡ് റൗട്ടർ അറിയും. അപ്പൊ ഈ സെക്കൻഡ് റൗട്ടർ എന്ത് ചെയ്യും? ഇത് റിസീവ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യും. സോ ആരറിയും? 1 എന്ന് പറയുന്ന റൗട്ടർ. സോ ഇത് എന്ത് ചെയ്യും? അത് റിസീവ് ചെയ്യുന്ന പാക്കറ്റുകൾ സ്റ്റോപ്പ് ചെയ്യും. സോ എവിടെ എത്തും? ഈ സോഴ്സിൽ ആ ഇൻഫർമേഷൻ എത്തും. ഓക്കെ, അപ്പൊ ഈ സോഴ്സിൽ എന്ത് ഇൻഫർമേഷൻ കിട്ടി? ഈ പാക്കറ്റ്, ഈ പോകുന്ന റൂട്ടിൽ കൺജഷൻ ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. So a congested route stops receiving data from the immediate upstream node or nodes. This may cause the upstream node or nodes to become congested. They in turn reject data from their upstream node or nodes and so on. ഇങ്ങനെ പോയിട്ട് സോഴ്സ് വരെ എന്താണ് ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പൊ സോഴ്സിന് മനസ്സിലായി അവിടെ കൺജഷൻ ഉണ്ട്. Okay, this is only used in virtual circuit network in which each node knows the upstream node. അപ്പോൾ വെർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ബാക്ക് പ്രഷർ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റൂ. ബിക്കോസ് അതിൽ മാത്രമേ അതിന്റെ തൊട്ട് മുമ്പത്തെ അപ്സ്ട്രീം നോഡ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാനും അവിടെ നിന്നുള്ള ട്രാഫിക്
പോസ് ചെയ്ത് വെക്കാം, അതായത് റിസീവ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തത് ചോക്ക് പാക്കറ്റ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതിൽ എന്താണ്, ബാക്കിലേക്കുള്ള എല്ലാത്തിലേക്കും, അതായത് ഓരോന്നും അതിനുള്ള അറ്റാച്ച് ചെയ്തിരിക്കുന്നതിലേക്കാണ് ആ ബാക്ക് പ്രഷർ കൊടുക്കുന്നത്. ഇവിടെ ഒരു ചോക്ക് പാക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അത് നേരെ എങ്ങോട്ടേക്കാണ്, സോഴ്സിലേക്കാണ് അയക്കുന്നത്. ആ കൺജഷൻ ഉണ്ടായിരിക്കുന്ന റൗട്ടറിന് നേരെ എങ്ങോട്ടേക്ക് പോകും, സോഴ്സിലേക്ക്. എ ചോക്ക് പാക്കറ്റ് ഈസ് എ പാക്കറ്റ് സെൻഡ് ബൈ എ നോഡ് ടു ദ സോഴ്സ് ടു ഇൻഫോം there is a congestion. ഓക്കെ, അപ്പൊ ഇവിടെ തേർഡ് റൗട്ടറിൽ കൺജഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ചോക്ക് പാക്കറ്റ് എങ്ങോട്ടേക്ക് അയക്കും, സോഴ്സിലേക്ക്, ടു ഇൻഫോം that there happened a congestion. So when a router in the internet is overwhelmed with IP datagrams, it may discard some of them, but it forms the source host directly using a source quench ICMP message. Okay, ICMP നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ. അത് എത്ര ട്രാഫിക് ഉണ്ടെങ്കിലും നമ്മൾ ഒരു എമർജൻസി മെസ്സേജ് ആയിട്ട് ഈ മെസ്സേജ് സോഴ്സിലേക്ക് പോകും. സോ ഇത് പാക്കറ്റ് ഡിസ്കാർഡ് ചെയ്യുകയും ചെയ്യും, എന്ത് ചെയ്യും, ഇവിടത്തേക്ക് അറിയിക്കും അവിടെ ഒരു കൺജഷൻ ഉണ്ടായിട്ടുള്ളത്. അതിനുള്ള പാക്കറ്റ് ആണ് ചോക്ക് പാക്കറ്റ്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് മെത്തേഡ്. ഇനി തേർഡ് വൺ ഇസ് ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ്. There is no communication between the congested node or nodes and the source. ഓക്കെ, അതായത് കൺജഷൻ ഉണ്ടായ നോഡോ സോഴ്സ് തമ്മിലൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ദ സോഴ്സ് ഗസസ് ദാറ്റ് ദർ ഇസ് എ കൺജഷൻ സംവെയർ ഇൻ ദ നെറ്റ്വർക്ക് ഫ്രം അതർ സിംറ്റംസ്. അതായത് ഇംപ്ലിസിറ്റ് ആയിട്ട് മനസ്സിലാക്കുക അവിടെ എന്തോ കൺജഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മളെ വീട്ടിലേക്ക് ഒരാൾ 8 മണിക്ക് എത്തേണ്ട ഒരാൾ 8 മണിക്ക് എത്തുന്നില്ല, അയാളെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ലെങ്കിൽ അയാൾ ഡിലേ ആവുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് മനസ്സിലാവും, സംതിങ് ഹാപ്പൻഡ്, അല്ലേ? അതേപോലെ തന്നെ ഇവിടെ അക്നോളജ്മെന്റ് എത്തേണ്ട സമയത്ത് അക്നോളജ്മെന്റ് എത്തുന്നില്ല, അല്ലെങ്കിൽ അക്നോളജ്മെന്റ് ഒരു ഇപ്പം 8 മൈക്രോ സെക്കൻഡ് കഴിഞ്ഞിട്ട് വരേണ്ട അക്നോളജ്മെന്റ് ആണെങ്കിൽ അത് വരുന്നില്ല. അപ്പൊ എന്ത് മനസ്സിലാക്കാം, ദർ ഇസ് എ കൺജഷൻ. അതുകൊണ്ട് അപ്പൊ ആ കൺജഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സോഴ്സ് എന്ത് ചെയ്യും, അടുത്ത പാക്കറ്റ് സെൻഡ് ചെയ്യുന്നത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. സോ ദിസ് ഇസ് ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ്. നെക്സ്റ്റ്, എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ്. The node that experience congestion can explicitly send a signal to the source or destination. അതായത് ഏത് നോഡിലാണോ കൺജഷൻ ഉണ്ടായിരിക്കുന്നത് ആ നോഡ് എന്ത് ചെയ്യും, ഒരു സിഗ്നൽ അയക്കും. ആ സിഗ്നൽ ഒരു പുതിയ പാക്കറ്റ് ആയിട്ടല്ല, ഓൾറെഡി ഒരു പാക്കറ്റ് പോകുന്നുണ്ടാവുമല്ലോ, ഡാറ്റ ക്യാരി ചെയ്ത ഒരു പാക്കറ്റ് പോകുന്നുണ്ട്, അതിലേക്ക് ഈ സിഗ്നലും കൂടെ അങ്ങ് അറ്റാച്ച് ചെയ്യും. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ഒക്കർ ഇൻ ഐദർ ഫോർവേഡ് ഡയറക്ഷൻ ഓർ ബാക്ക്വേർഡ് ഡയറക്ഷൻ. ഏത് ഇതിൽ വേണമെങ്കിലും ആ കൺജഷൻ സിഗ്നൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ATM നെറ്റ്വർക്ക്സ്. അസിൻക്രോണസ് ട്രാൻസ്ഫർ മോഡ് എന്നുള്ളൊരു നെറ്റ്വർക്കിംഗ് ഉണ്ട്, അതിലാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഈ എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഫോർ കൺജഷൻ കൺട്രോൾ. ഓക്കെ, സോ ദാറ്റ് ഇസ് ഫോർ ടുഡേ. താങ്ക് യു.